ഒടുവിൽ മണ്ണന്തല കൊലപാതകത്തിൻ്റെ കാരണം വെളിവാവുകയാണ്. എന്തായാലും പ്രതിയുമായുള്ള ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇത്തരത്തിൽ സഹോദരിക്കുണ്ടായിരുന്ന ഒരു സൗഹൃദം അത് ചോദ്യം ചെയ്തതാണ് ഈ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. അത് കുറച്ചധികം നാളുകളായി ഈ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കം ഇവർക്കിടയിലുണ്ട്. ആ തർക്കം ഇന്നലത്തെ ദിവസം തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയും അതുവഴി സഹോദരി ഷഹീനയെ കൊല്ലപ്പെടുകയുമാണ് ചെയ്തത്. എന്തായാലും ആ പ്രതി ആദ്യഘട്ടത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചെങ്കിലും കാരണം എന്തായിരുന്നു എന്നുള്ളതിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തത നീങ്ങുകയാണ്. എന്തായാലും ഈ ഷഹീന വീഡിയോ കോളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു, നിരന്തരം വീഡിയോ കോളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കോൾ ഈ പ്രവൃത്തിയാണ് ഷഹീനയുടെ ഈ വിവാഹബന്ധം തകരാൻ കാരണമായതെന്ന് സഹോദരൻ ഷംഷാദ് വിശ്വസിച്ചു. ആ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പല തരത്തിൽ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ തർക്കങ്ങളുണ്ടായത്. ഇന്നലെ മദ്യപിച്ചിരിക്കുകയായിരുന്നു ഷംഷാദും സുഹൃത്ത് വിശാഖും. ആ ഘട്ടത്തിലാണ് ഈ വിഷയം വീണ്ടും ഷംഷാദ് ഉന്നയിച്ചത്. അതിനുശേഷം മർദ്ദനമുണ്ടായി. എന്തായാലും ഈ കൊലപാതകത്തിന് രണ്ടാം പ്രതിയായ വിശാഖ് ഒപ്പം കൂട്ടുനിന്നു എന്നുള്ള രീതിയിലും FIRൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് പ്രതികളെയും പോലീസ് ഇന്നലെ തന്നെ വൈദ്യപരിശോധന നടത്തി. ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലായി വാങ്ങാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ അപ്പാർട്ട്മെൻറ്റ്, ഇത് മണ്ണന്തലയിൽ ഇന്നലെ ഈ കൊലപാതകം നടന്ന അപ്പാർട്ട്മെൻറ്റാണ്. അവിടെ 1-ാം നിലയിലുള്ള 2B എന്ന ഫ്ലാറ്റിലാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത്. ഈ കഴിഞ്ഞ ജൂൺ 14-ാം തീയതി ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുക്കുന്നു. അവർ അന്ന് ഈ വാടകയ്ക്ക് എടുക്കുമ്പോൾ അന്ന് പറഞ്ഞ കാര്യം സഹോദരൻ്റെ ദന്തചികിത്സയ്ക്കായി ഈ വട്ടപ്പാറയിലുള്ള ദന്താശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് എടുത്തതെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു എന്തിനിവർ ഈ ഫ്ലാറ്റ് എടുത്തു എന്നുള്ളത്. ആ ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തണം. കാര്യം പോത്തൻകോട് സ്വദേശികളായ ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ വട്ടപ്പാറയിലെ ആശുപത്രിയിലേക്ക് പോകാം. അങ്ങനെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് മാതാപിതാക്കൾക്കുൾപ്പെടെ മറുപടി പറയാൻ കഴിയും. കാരണം ഈ മൃതദേഹം ആദ്യഘട്ടത്തിൽ കാണുന്നത് മാതാപിതാക്കളാണ്. എന്തായാലും നിലവിലിപ്പോൾ 1-ാം പ്രതി ഷംഷാദിനെതിരെ കൊലപാതക കുറ്റമുണ്ട്. അപ്പം മാതാപിതാക്കൾ ഈ സംഭവം അറിഞ്ഞു വന്നതിന് ശേഷം പോലീസിനെ അറിയിക്കാനും ആശുപത്രി സഹായങ്ങൾ, ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടിയപ്പോൾ അത് തടയുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന ഉണ്ടാകും. ഒപ്പം വിവിധ ഈ സേനാംഗങ്ങളെത്തും. എന്തായാലും ആ പരിശോധനയ്ക്ക് ശേഷമാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുക. ഇന്നെന്തായാലും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമാകും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. എന്തായാലും ഈ കൊലപാതക കാരണവുമായി ബന്ധപ്പെട്ട അവ്യക്തത നീങ്ങുകയാണ്. പ്രതി ആദ്യഘട്ടത്തിൽ തന്നെ കൊലപാതകം ചെയ്തു എന്ന് സമ്മതിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ആ കാരണം കൂടി വ്യക്തമാവുകയാണ്. MS രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.